ബേസിക് അക്കൗണ്ടിംഗ് ചാപ്റ്റർ 3 അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, അതുപോലെ തന്നെ സെലക്റ്റഡ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ബേസ്ഡ് ഓൺ CSEB പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അതേപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷന് പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സാണ് ബേസ്ഡ് ഓൺ ചാപ്റ്റർ 3 അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. CSEB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 1985/18 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് മൈനസ് ക്യാപിറ്റൽ. സെക്കൻഡ് ഓപ്ഷൻ അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ മൈനസ് ലയബിലിറ്റീസ്. തേർഡ് ഓപ്ഷൻ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഫോർത്ത് ഓപ്ഷൻ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് പ്ലസ് ലയബിലിറ്റീസ്. യെസ്, ആസ് പെർ ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് പ്രകാരം താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ള ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻസ് എന്തായിരുന്നു? ബാലൻസ് ഷീറ്റ് ഇക്വേഷൻസ് അസറ്റ് ഈസ് ഈക്വൽ ടു, അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലാണ്. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലയബിലിറ്റീസും ക്യാപിറ്റലും ഈക്വൽ ആണ് അസറ്റിന്. അപ്പോൾ നമുക്ക് നോക്കാം ഓപ്ഷൻ. ഫസ്റ്റ് ഓപ്ഷൻ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് എന്ന് മൈനസ് ക്യാപിറ്റൽ, കുറച്ച് അസറ്റ് കിട്ടുമോ? ഇല്ല, അപ്പം അത് കറക്റ്റ് ആൻസർ അല്ല. സെക്കൻഡ് അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ മൈനസ് ലയബിലിറ്റി, അതുമല്ല. തേർഡ് ഓപ്ഷൻസ് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. യെസ്, അപ്പോൾ ആസ് പെർ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് പ്രകാരം താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ആൻസർ സി ആണ് കറക്റ്റ് ആൻസർ. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? സി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ബി ദി എഫക്റ്റ് വേജസ് പെയ്ഡ് ₹500 ഓൺ ദി അക്കൗണ്ടിംഗ് ഇക്വേഷൻ? CSEB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 1985/18 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ മൈനസ് ക്യാഷ് മൈനസ് ക്യാപിറ്റൽ. സെക്കൻഡ് ഓപ്ഷൻ പ്ലസ് ക്യാഷ് പ്ലസ് ക്യാപിറ്റൽ. തേർഡ് ഓപ്ഷൻ മൈനസ് ക്യാപിറ്റൽ പ്ലസ് ക്യാഷ്. ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വേജസ് പെയ്ഡ് ₹500 വേജസ് ആയിട്ട് കൊടുത്താൽ അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രകാരം അതിൻ്റെ എഫക്റ്റ് എന്താണ്, അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വേജസ് പെയ്ഡ് ₹500 വേജസ് കൊടുത്തു. എങ്ങനെ ജേണൽ എൻട്രി വരും? വേജസ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 500 ടു ക്യാഷ് 500. ഓക്കെ, ക്യാഷിന് ഏത് ബാലൻസ് ആണ്? ക്യാഷിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ക്യാഷിൻ്റെ ബാലൻസ് ഇവിടെ കുറയുകയാണ്. എന്താണ്? വേജസ് പെയ്ഡ്, പേയ്മെൻറ്റ് നടത്താൻ നേരത്തെ എന്താണ്? ക്യാഷിൻ്റെ ബാലൻസ് കുറയുകയാണ്. ക്യാഷിന് ഏത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ക്യാഷിൻ്റെ ബാലൻസ് കുറയുന്ന സാഹചര്യത്തിൽ ക്യാഷിൻ്റെ ബാലൻസ് എന്തായിട്ട് മാറും? ക്രെഡിറ്റ് ആയിട്ട് മാറും. അപ്പോൾ അത്രയും ക്യാഷ് കുറയും. അപ്പോൾ പ്ലസ് ക്യാഷ് ആണോ മൈനസ് ക്യാഷ് ആണോ? യെസ്, കുറയുമല്ലേ? മൈനസ് ക്യാഷ് ആണ്. മൈനസ് ക്യാഷ്. അപ്പോൾ നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ മൈനസ് ക്യാഷ് മൈനസ് ക്യാപിറ്റൽ. സെക്കൻഡ് ഓപ്ഷൻ പ്ലസ് ക്യാഷ് പ്ലസ് ക്യാപിറ്റൽ. തേർഡ് ഓപ്ഷൻ മൈനസ് ക്യാപിറ്റൽ പ്ലസ് ക്യാഷ്. ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. നൺ ഓഫ് ദിസ് നമുക്ക് ഒഴിവാക്കാം. പിന്നെ എന്താണ്? മൈനസ് ക്യാഷ് ആണ്. ബിയും സിയും ഓപ്ഷൻ വന്നേക്കണം പ്ലസ് ക്യാഷ് പ്ലസ് ക്യാപിറ്റലും മൈനസ് ക്യാപിറ്റൽ പ്ലസ് ക്യാഷും ആണ്. അപ്പോൾ പ്ലസ് ക്യാഷ് ഒരു സാഹചര്യത്തിലും വരില്ല. അപ്പോൾ എന്താണ്? പ്ലസ് ക്യാഷ്, ബി ഓപ്ഷൻ പ്ലസ് ക്യാഷ് പ്ലസ് ക്യാപിറ്റലും പിന്നെ മൈനസ് ക്യാപിറ്റൽ പ്ലസ് ക്യാഷ് നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഏതായിരിക്കും? മൈനസ് ക്യാഷ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ മൈനസ് ക്യാഷ് വരുന്നുണ്ട്, അത് കറക്റ്റാണ്. വേജസ് കൊടുക്കാൻ നേരത്ത് പേയ്മെൻ്റ് ആയിട്ട് ക്യാഷ് കൊടുക്കാൻ നേരത്ത് അത്രയും ക്യാഷ് കുറയും. അപ്പോൾ മൈനസ് ക്യാഷ് കറക്റ്റാണ്. അപ്പോൾ മൈനസ് ക്യാപിറ്റൽ. യെസ്, എന്താണ്? ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോകുമ്പോൾ ഔട്ട്ഫ്ലോ ആണ്, അപ്പോൾ അത്രയും ക്യാപിറ്റലും കുറയും. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? മൈനസ് ക്യാഷ് മൈനസ് ക്യാപിറ്റലാണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ അക്കൗണ്ട് ബുക്സ് ബിക്കോസ് ഡാഷ്. CSEB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 1965/17 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എൻറ്റിറ്റി കൺസെപ്റ്റ്. സെക്കൻഡ് ഓപ്ഷൻ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. തേർഡ് ഓപ്ഷൻ കോസ്റ്റ് കൺസെപ്റ്റ്. ഫോർത്ത് ഓപ്ഷൻ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യൽ അല്ലാത്ത ട്രാൻസാക്ഷൻ ആർ നോട്ട് റെക്കോർഡഡ് ഇൻ അക്കൗണ്ട് ബുക്സ് ബിക്കോസ് ഡാഷ്. എന്താണ്? ഫിനാൻഷ്യൽ അല്ലാത്ത ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തില്ല അക്കൗണ്ട് ബുക്കിൽ.
അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ എൻറ്റിറ്റി കൺസെപ്റ്റ്. എന്താണ് എൻറ്റിറ്റി കൺസെപ്റ്റ്? ബിസിനസ്സും ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയും സെപ്പറേറ്റ് ആണ്. സെക്കൻഡ്, ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. അതെന്താണ്? എവരി ഡെബിറ്റ് ഹാസ് എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ്. കോസ്റ്റ് കൺസെപ്റ്റ് എന്താണ്? ഏതെങ്കിലും അസറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ കോസ്റ്റിൽ തന്നെ എന്താണ് രേഖപ്പെടുത്തണം. അസറ്റ് വാങ്ങിച്ച ശേഷം സബ്സിക്വൻറ്റ് ചേഞ്ചസ് ഒന്നും വന്നു കഴിഞ്ഞാൽ അതൊന്നും എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തരുത് എന്നാണ് പറയുന്നത് ആസ് പെർ ദി കോസ്റ്റ് കൺസെപ്റ്റ് അനുസരിച്ച്. അടുത്ത എന്താണ്? മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. യെസ്, ബിസിനസ് സ്ഥാപനത്തിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന എപ്പോഴും ഏതിൻ്റെ ബേസിലായിരിക്കും? മണി മെഷർമെൻറ്റ് കൺസെപ്റ്റിൻ്റെ ബേസിലായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ അക്കൗണ്ട് ബുക്സ്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഏതാണ്? മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ് ആൻസർ. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് അനുസരിച്ചാണ് നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്താണ് അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്താത്തത്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രോഫിറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഡാഷ്. CCB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 1959/17 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ പ്രൈസ്, സെക്കൻഡ് ഓപ്ഷൻ കോസ്റ്റ്, തേർഡ് ഓപ്ഷൻ സെയിൽ ടാക്സ്, ഫോർത്ത് ഓപ്ഷൻ പ്രൊഡക്ടിവിറ്റി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? പ്രോഫിറ്റ് ഈസ് എ നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഡാഷ്. താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രോഫിറ്റ് ഈസ് എ നോട്ട് എ ഫംഗ്ഷൻ, പ്രോഫിറ്റ് നോട്ട് എ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പ്രൈസ് ഈസ് എ പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. സെക്കൻഡ് ഓപ്ഷനായിട്ടുള്ള കോസ്റ്റും പ്രോഫിറ്റായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതുപോലെ ഫോർത്ത് ഓപ്ഷൻ പ്രൊഡക്ടിവിറ്റിയും ഏകദേശം പ്രോഫിറ്റായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ പ്രോഫിറ്റ് ഈസ് എ നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഏതാണ് ആൻസർ? സി ആണ് ആൻസർ, സെയിൽ ടാക്സ്. അപ്പോൾ സെയിൽ ടാക്സ് ആണ് പ്രോഫിറ്റ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരാത്തത്. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അസറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ അക്കൗണ്ട് ബുക്സ് അറ്റ് ദി പ്രൈസ് അറ്റ് വിച്ച് ദേ ആർ അക്വേർഡ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡാഷ് കൺസെപ്റ്റ്. CCB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 1967/17 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ കോസ്റ്റ്, സെക്കൻഡ് ഓപ്ഷൻ എൻറ്റിറ്റി, തേർഡ് ഓപ്ഷൻ മാച്ചിങ്, ഫോർത്ത് ഓപ്ഷൻ കൺസർവേറ്റിസം. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അസറ്റ് ആർ റെക്കോർഡഡ് ഇൻ അക്കൗണ്ട് ബുക്സ്. അക്കൗണ്ട് ബുക്സിൽ അസറ്റ് രേഖപ്പെടുത്തുന്നത് അറ്റ് ദി പ്രൈസ് അറ്റ് വിച്ച് ദേ ആർ അക്വേർഡ്. യെസ്, അസറ്റ് വാങ്ങിയ ആ ഒരു വിലയിൽ തന്നെയാണ് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അസറ്റ് രേഖപ്പെടുത്തുകയുള്ളൂ. ആ വാങ്ങിയ വിലയിൽ. അസറ്റ് വാങ്ങിയ ശേഷം ഏതെങ്കിലും തരത്തിലുള്ള സബ്സിക്വൻറ്റ് ചേഞ്ചസ് വന്നാൽ അതൊന്നും രേഖപ്പെടുത്തില്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡാഷ് കൺസെപ്റ്റ്. ഏത് കൺസെപ്റ്റ് അനുസരിച്ചാണ് അങ്ങനെ അസറ്റ് ആർ റെക്കോർഡഡ് ഇൻ അക്കൗണ്ട് ബുക്സ് അറ്റ് ദി പ്രൈസ് അറ്റ് വിച്ച് ദേ ആർ അക്വേർഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ കോസ്റ്റ്, സെക്കൻഡ് ഓപ്ഷൻ എൻറ്റിറ്റി, തേർഡ് ഓപ്ഷൻ മാച്ചിങ്, ഫോർത്ത് ഓപ്ഷൻ കൺസർവേറ്റിസം. ഏതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ? എ ആണ് ആൻസർ. കോസ്റ്റ് കൺസെപ്റ്റാണ്. കോസ്റ്റ് കൺസെപ്റ്റ് അനുസരിച്ചാണ് ഒരു അസറ്റ് ആർ റെക്കോർഡഡ് ഇൻ അക്കൗണ്ട്സ് ബുക്സ്. അസറ്റ് അക്കൗണ്ട്സ് ബുക്സിൽ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അറ്റ് ദി പ്രൈസ് അറ്റ് വിച്ച് ദേ ആർ അക്വേർഡ്. അസറ്റ് ഏത് പ്രൈസിലാണോ അക്വയർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ വാങ്ങിച്ചിട്ടുള്ളത് ആ ഒരു പ്രൈസിൽ മാത്രമാണ് രേഖപ്പെടുത്തുകയുള്ളൂ ആസ് പെർ ദി കോസ്റ്റ് കൺസെപ്റ്റ് അനുസരിച്ച്. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അണ്ടർ ഡാഷ് കൺസെപ്റ്റ് അസറ്റ്സ് ആർ റെക്കോർഡഡ് അറ്റ് ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ്. CCB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 1999/19 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എൻറ്റിറ്റി, സെക്കൻഡ് ഓപ്ഷൻ കോസ്റ്റ്, തേർഡ് ഓപ്ഷൻ മാച്ചിങ്, ഫോർത്ത് ഓപ്ഷൻ മണി മെഷർമെൻറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ജസ്റ്റ് തൊട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള അതേ ക്വസ്റ്റ്യനാണ്, ഒരു ചെറിയൊരു വ്യത്യാസത്തോടു കൂടി മാത്രം ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്താണെന്ന് നോക്കാം. ഏത് കൺസെപ്റ്റ് അനുസരിച്ചാണ് അസറ്റ് കോസ്റ്റ് പ്രൈസിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അണ്ടർ ഡാഷ് കൺസെപ്റ്റ് അസറ്റ് ആർ റെക്കോർഡ് അറ്റ് ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ്. എന്താണ് ജസ്റ്റ് തൊട്ട് മുമ്പിലത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയതായിരുന്നു. ഏതാണ് ആൻസർ? ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ. കോസ്റ്റ് കൺസെപ്റ്റ് അനുസരിച്ചാണ്. അണ്ടർ കോസ്റ്റ് കൺസെപ്റ്റ് അസറ്റ് ആർ റെക്കോർഡ് അറ്റ് ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് ആർ ഷോൺ ആസ് എ ഫുട് നോട്ട് ഇൻ ദി ബാലൻസ് ഷീറ്റ് ആസ് പെർ ഡാഷ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. CCB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 1997/19 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എൻറ്റിറ്റി, സെക്കൻഡ് ഓപ്ഷൻ ഗോയിങ് കൺസേൺ, തേർഡ് ഓപ്ഷൻ മെറ്റീരിയാലിറ്റി, ഫോർത്ത് ഓപ്ഷൻ ഫുൾ ഡിസ്ക്ലോഷർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കണ്ടിജൻറ്റ് ലയബിലിറ്റീസ്. എന്താണ് കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ? അറ്റ് പ്രസൻറ്റ് ആക്ച്വൽ ലയബിലിറ്റീസ് അല്ല, ബട്ട് മേ ബിക്കം ഹാപ്പനിങ് ഇൻ ദി ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ എന്തായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്? ആക്ച്വൽ ലയബിലിറ്റീസ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അത്തരത്തിലുള്ള ലയബിലിറ്റീസിനെ പറയുന്ന പേരാണ് ഇത് കണ്ടിജൻറ്റ് ലയബിലിറ്റീസ്. ഈ കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് ഷോൺ ആസ് എ ഫുട് നോട്ട് ഇൻ ദി ബാലൻസ് ഷീറ്റ്.
ബാലൻസ് ഷീറ്റിൽ ഫുട് നോട്ടായിട്ട് കാണിച്ചു. അത് ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. യെസ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കാൻ നേരത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻ. അക്കൗണ്ടിങ് കൺസെപ്റ്റ് ബേസിക് റൂൾസ് ആപ്ലിക്കബിൾ അറ്റ് ദി ടൈം ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. അക്കൗണ്ടിങ് കൺവെൻഷൻ എപ്പോഴായിരുന്നു ആപ്ലിക്കബിൾ അറ്റ് ദി ടൈം ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കണ്ടിജൻ്റ് ലയബിലിറ്റീസ് ആർ ഷോൺ ആസ് എ ഫുട് നോട്ട് ഇൻ ദി ബാലൻസ് ഷീറ്റ് ആസ് പെർ ദി ഏതായിരുന്നു ഫുൾ ഡിസ്ക്ലോഷർ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഏതാണ്? ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ഡാഷ് കൺസെപ്റ്റ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ ലോങ് ടൈം. CCB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 1997/19 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ മാച്ചിങ്, സെക്കൻഡ് ഓപ്ഷൻ ഗോയിങ് കൺസേൺ, തേർഡ് ഓപ്ഷൻ കോസ്റ്റ്, ഫോർത്ത് ഓപ്ഷൻ എൻറ്റിറ്റി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഏത് കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ ലോങ് ടൈം, ബിസിനസ് ഒരു ലോങ് ടൈമിലേക്ക് ലാസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ പ്രവർത്തിക്കും എന്ന് പറയുന്നത് ഏത് കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ആൻസർ ബി ആണ് ആൻസർ. ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബിസിനസ് സ്ഥാപനം ഒരു ലോങ് ടൈമിലേക്ക് ലാസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ പ്രവർത്തിക്കും എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദി ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ ലോങ് ടൈം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ഡാഷ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എ ബിസിനസ് യൂണിറ്റ് ഈസ് അസ്യൂംഡ് ടു ഹാവ് ആൻ ഇൻഡെഫിനിറ്റ് ലൈഫ്. CCB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 1111/10 2010 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ സെപ്പറേറ്റ് എൻറ്റിറ്റി, സെക്കൻഡ് ഓപ്ഷൻ ഡുവൽ ആസ്പെക്ട്, തേർഡ് ഓപ്ഷൻ കൺസർവേറ്റിസം, ഫോർത്ത് ഓപ്ഷൻ ഗോയിങ് കൺസേൺ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ജസ്റ്റ് തൊട്ട് മുമ്പിൽ ചോദിച്ചിട്ടുള്ള അതേ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ഡാഷ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഏത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് എ ബിസിനസ് യൂണിറ്റ് ഈസ് അസ്യൂംഡ് ടു ഹാവ് ആൻ ഇൻഡെഫിനിറ്റ് ലൈഫ്, ഒരു ബിസിനസ്സിന് അനന്തമായിട്ടുള്ള ലൈഫ് ഉണ്ട് അല്ലെങ്കിൽ എന്താണ് ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ലൈഫ് ഉണ്ട് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ് ആൻസർ. ഗോയിങ് കൺസേൺ ആണ്. അക്കോർഡിംഗ് ടു ഗോയിങ് കൺസേൺ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എ ബിസിനസ് യൂണിറ്റ് ഈസ് അസ്യൂംഡ് ടു ഹാവ് ആൻ ഇൻഡെഫിനിറ്റ് ലൈഫ്. അപ്പോൾ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഇക്വേഷൻ ഷോയിങ് ദി ഡാഷ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോൺ ആസ് ആൻ അക്കൗണ്ടിംഗ് ഇക്വേഷൻ. CCB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 1111/10 2010 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ടോട്ടൽ, സെക്കൻഡ് ഓപ്ഷൻ ഡിഫറൻസ്, തേർഡ് ഓപ്ഷൻ എക്സസ്, ഫോർത്ത് ഓപ്ഷൻ ഇക്വാലിറ്റി. യെസ്, അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. യെസ്, പത്താമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഡി ആണ് ആൻസർ. ഇക്വാലിറ്റി ആണ്. യെസ്, ആൻ ഇക്വേഷൻ ഷോയിങ് ദി ഇക്വാലിറ്റി ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോൺ ആസ് ആൻ അക്കൗണ്ടിംഗ് ഇക്വേഷൻ. അപ്പോൾ പത്താമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ബട്ട് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ്. ദിസ് സമ്മറി ഓഫ് ഡാഷ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. CCB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 1111/10 2010 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾസ്, സെക്കൻഡ് ഓപ്ഷൻ മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾസ്, തേർഡ് ഓപ്ഷൻ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾസ്, ഫോർത്ത് ഓപ്ഷൻ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഏത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബിസിനസ് സ്ഥാപനം ഒരു കാരണവശാലും പ്രോഫിറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യരുത്, പക്ഷേ എന്താണ് എല്ലായ്പ്പോഴും ഓൾ പോസിബിൾ ലോസസ്, എല്ലാ സാധ്യമായിട്ടുള്ള പോസിബിളായിട്ടുള്ള ലോസസും ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഫസ്റ്റ് ഓപ്ഷൻ കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾസ്, സെക്കൻഡ് ഓപ്ഷൻ മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾസ്, തേർഡ് ഓപ്ഷൻ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾസ്, ഫോർത്ത് ഓപ്ഷൻ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾസ്. ആൻസർ ഏതാണ്? 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. കൺസർവേറ്റിസം പ്രിൻസിപ്പിൾസ് ഓർ എന്താണ് പ്രുഡൻസ് പ്രിൻസിപ്പിൾസ്. എന്താണ് കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രുഡൻസ് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബിസിനസ് സ്ഥാപനം ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ്, ഒരിക്കലും പ്രോഫിറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യരുത്, ബട്ട് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ്, സാധ്യമായിട്ടുള്ള എല്ലാ ലോസസും എന്താണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം, ഒരു കാരണവശാലും പ്രോഫിറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യരുത് എന്ന് പറയുന്നത് കൺസർവേറ്റിസം അല്ലെങ്കിൽ ഓർ പ്രുഡൻസ് പ്രിൻസിപ്പിൾസിൻ്റെ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ
ദിസ് കൺസെപ്റ്റ് കംസ് അണ്ടർ ഡാഷ്. CCB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 8585/10 2010 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ബിസിനസ് എൻറ്റിറ്റി, സെക്കൻഡ് ഓപ്ഷൻ ഗോയിങ് കൺസേൺ, തേർഡ് ഓപ്ഷൻ അക്കൗണ്ടിങ് പീരീഡ്, ഫോർത്ത് ഓപ്ഷൻ മാച്ചിങ് കൺസെപ്റ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സെപ്പറേറ്റ് ഇൻഡിവിജ്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിങ് കൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 12ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ആൻസർ എ ആണ്. ആൻസർ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരമാണ്. എ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആസ് പെർ ദി ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. GAAP മീൻസ് ഡാഷ്. CCB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 986/10 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ജനറലി അഡോപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, സെക്കൻഡ് ഓപ്ഷൻ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, തേർഡ് ഓപ്ഷൻ ജനറലി അപ്രൂവ്ഡ് ഓഡിറ്റിംഗ് പ്രോഗ്രാംസ്, ഫോർത്ത് ഓപ്ഷൻ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രൊസീജിയർ. യെസ്, അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് പഠിക്കാൻ നേരത്തെ നമ്മൾ കറക്റ്റായിട്ട് ആദ്യം തന്നെ പഠിച്ചിട്ടുള്ളതാണ് GAAP. എന്താണ് GAAP? GAAP മീൻസ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ 13ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? 13ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ B ആണ്. GAAP മീൻസ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മോഡ് ഓഫ് വാലുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഡാഷ്. CCB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 1985/18, 995/14, 6232/11 ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ മാർക്കറ്റ് പ്രൈസ്, സെക്കൻഡ് ഓപ്ഷൻ കോസ്റ്റ് പ്രൈസ്, തേർഡ് ഓപ്ഷൻ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്, ഫോർത്ത് ഓപ്ഷൻ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ഹൈ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാലുവേഷൻ മോഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. മോഡ് ഓഫ് വാലുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഏതാണ്? 14ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ C ആണ്. ആൻസർ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ടാണ്? കൺസർവേറ്റീവ്സ് ഓർ പ്രുഡൻസ്. എന്താണ് കൺസർവേറ്റീവ്സ് ഓർ പ്രുഡൻസ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പറയുന്നത്? ഒരു ബിസിനസ് സ്ഥാപനം എല്ലായ്പ്പോഴും എന്താണ് ഓൾ പോസിബിൾ ലോസസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. എല്ലാ സാധ്യമായിട്ടുള്ള ലോസസും ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. പക്ഷേ ഒരു കാരണവശാലും പ്രോഫിറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യരുത്. അതിൻ്റെ ബേസിലാണ് മോഡ് ഓഫ് വാലുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്സിൽ വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റവന്യൂ ഈസ് റിയലൈസ്ഡ് വെൻ ഡാഷ്. CCB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 6232/11 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ഗുഡ്സ് ആർ സോൾഡ്, സെക്കൻഡ് ഓപ്ഷൻ ഗുഡ്സ് ആർ പർച്ചേസ്ഡ്, തേർഡ് ഓപ്ഷൻ ഗുഡ്സ് ആർ റിട്ടേൺഡ്, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? റവന്യൂ ഈസ് റിയലൈസ്ഡ് വെൻ. റവന്യൂ എപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്, കിട്ടുന്നത് എപ്പോഴാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. യെസ്, 15ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? ആൻസർ എ ആണ്. ആൻസർ ഗുഡ്സ് ആർ സോൾഡ്. ഗുഡ്സ് വിൽക്കുമ്പോഴാണ് റവന്യൂ റിയലൈസ്ഡ് അല്ലെങ്കിൽ കിട്ടിയതായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആർ ജനറലി ബേസ്ഡ് ഓൺ ഡാഷ്. CCB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 6232/11 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ കൺവീനിയൻസ്, സെക്കൻഡ് ഓപ്ഷൻ പ്രാക്ടിക്കബിലിറ്റി, തേർഡ് ഓപ്ഷൻ സബ്ജക്റ്റിവിറ്റി, ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദി എബോവ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആർ ജനറലി ബേസ്ഡ് ഓൺ ഡാഷ്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ജനറലി ഏതിനെ ബേസ് ചെയ്തിട്ടുള്ള എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 16ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? B ആണ്. ആൻസർ പ്രാക്ടിക്കബിലിറ്റി ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇക്വാലിറ്റി ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്സ് ഡാഷ്. CCB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 995/14 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ടോട്ടൽ, സെക്കൻഡ് ഓപ്ഷൻ ഇക്വാലിറ്റി, തേർഡ് ഓപ്ഷൻ ഡിഫറൻസ്, ഫോർത്ത് ഓപ്ഷൻ അക്കൗണ്ടിംഗ് ഇക്വേഷൻ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇക്വാലിറ്റി ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇക്വാലിറ്റി ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 17ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ D ആണ്. ആൻസർ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ആണ്. ഇക്വാലിറ്റി ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഈസ് എ അക്കൗണ്ടിംഗ് ഇക്വേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹെൽപ്സ് ഇൻ വെരിഫൈങ് ദ കറക്റ്റ്നെസ് ഓഫ് എൻട്രീസ് മേഡ് ഡാഷ്. CCB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 995/14 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ജേണൽ, സെക്കൻഡ് ഓപ്ഷൻ ലെഡ്ജർ, തേർഡ് ഓപ്ഷൻ സോഴ്സ് ഡോക്യുമെൻറ്റ്, ഫോർത്ത് ഓപ്ഷൻ ട്രയൽ ബാലൻസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എൻട്രീസ് മേഡ് ചെയ്യുന്നതിലെ കറക്റ്റ്നെസ് വെരിഫൈ ചെയ്യുന്നത് ഏതിൻ്റെ ഹെൽപ്സോടുകൂടി, ഏതിൻ്റെ സഹായത്തോടു കൂടി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 18ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ആൻസർ C
സി ആണ് ആൻസർ. സോഴ്സ് ഡോക്യുമെൻ്റ് സഹായത്തോടു കൂടിയാണ് എൻട്രീസ് മേഡ് ചെയ്യുന്നതിലെ കറക്റ്റ്നെസ് വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ 18ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കൗണ്ടിംഗ് റൂൾസ്, പ്രാക്ടീസസ് ആൻഡ് കൺവെൻഷൻസ് ഷുഡ് നോട്ട് ചേഞ്ച് ഫ്രം 1 year to another ആസ് പെർ ദി ഡാഷ്. CCB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 995/14 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി, സെക്കൻഡ് ഓപ്ഷൻ കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ, തേർഡ് ഓപ്ഷൻ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം, ഫോർത്ത് ഓപ്ഷൻ കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അക്കൗണ്ടിങ് റൂൾസും പ്രാക്ടീസസ് ആൻഡ് കൺവെൻഷനും ഷുഡ് നോട്ട് ചേഞ്ച് ഫ്രം 1 year to another. ഒരു വർഷത്തിലെ മറ്റൊരു വർഷമായിട്ട് ചേഞ്ച് ചെയ്യരുത്. ഏതൊക്കെ? അക്കൗണ്ടിങ് റൂൾസും പ്രാക്ടീസസ് ആൻഡ് കൺവെൻഷനും. അത് ഏത് അക്കൗണ്ടിങ് കൺവെൻഷൻ പ്രകാരം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്താണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്? അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആർ ആപ്ലിക്കബിൾ അറ്റ് ദി ടൈം ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്. ദാറ്റ് മീൻസ് ട്രേഡിംഗ് P&L അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ 19ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ആൻസർ എ ആണ് ആൻസർ. കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി ആണ്. അക്കൗണ്ടിംഗ് റൂൾസ്, പ്രാക്ടീസസ് ആൻഡ് കൺവെൻഷൻ ഷുഡ് നോട്ട് ചേഞ്ച് ഫ്രം 1 year to another ആസ് പെർ ദി കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബേസ്ഡ് ഓൺ ഡാഷ് കൺസെപ്റ്റ് നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ അക്കൗണ്ട്. CCB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 2019/19 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എൻറ്റിറ്റി, സെക്കൻഡ് ഓപ്ഷൻ കോസ്റ്റ്, തേർഡ് ഓപ്ഷൻ ഇക്വിറ്റി, ഫോർത്ത് ഓപ്ഷൻ മണി മെഷർമെൻറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഏത് അക്കൗണ്ടിങ് കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യൽ അല്ലാത്ത ട്രാൻസാക്ഷൻ നോട്ട് റെക്കോർഡഡ് ഇൻ അക്കൗണ്ടിൽ രേഖപ്പെടുത്താത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 20ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ് ആൻസർ. മണി മെഷർമെൻ്റ് ആണ്. യെസ്, ബേസ്ഡ് ഓൺ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആക്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഡാഷ്. CCB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 1999/19 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ 1947, സെക്കൻഡ് ഓപ്ഷൻ 1949, തേർഡ് ഓപ്ഷൻ 1494, ഫോർത്ത് ഓപ്ഷൻ 1956. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആക്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ് നിലവിൽ വന്നിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 21ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ആൻസർ ബി ആണ് ആൻസർ. 1949 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആക്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. AS2 ഡീൽസ് വിത്ത് ഡാഷ്. CCB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 991/15 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ഇൻവെൻട്രി, സെക്കൻഡ് ഓപ്ഷൻ ഡിപ്രിസിയേഷൻ, തേർഡ് ഓപ്ഷൻ ഫിക്സഡ് അസറ്റ്, ഫോർത്ത് ഓപ്ഷൻ ലീസിങ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? AS2 എന്താണ്? AS2 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ഡീല് ചെയ്യുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 എന്താണ്? ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ആണ്. AS2 ആണ് ഏത്? വാലുവേഷൻ ഓഫ് ഇൻവെൻട്രി. AS2 മീൻസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ആണ് വാലുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്. അപ്പോൾ AS2 ഡീൽസ് വിത്ത് എന്താണ്? 22ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. ഇൻവെൻട്രി ആണ്. അപ്പോൾ AS2 ഡീൽസ് വിത്ത് ഇൻവെൻട്രി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 23ാമത്തെ ക്വസ്റ്റ്യൻ. എ ഫിനാൻഷ്യൽ ഇയർ ഇസ് എ ഡാഷ് മന്ത്സ്. CCB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 2691/12 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2012 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ 6, സെക്കൻഡ് ഓപ്ഷൻ 12, തേർഡ് ഓപ്ഷൻ 24, ഫോർത്ത് ഓപ്ഷൻ 18. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ എത്ര മാസം ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 23ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ. 12 months ആണ്. 12 മാസം. എ ഫിനാൻഷ്യൽ ഇയർ ഈസ് എ 12 months ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ പീരീഡ് ഓഫ് 12 months കമൻസിങ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ എവറി ഇയർ ഈസ് നോൺ ആസ് ഡാഷ്. CCB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 995/14 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ഫിനാൻഷ്യൽ ഇയർ, സെക്കൻഡ് ഓപ്ഷൻ അക്കൗണ്ട് ഇയർ, തേർഡ് ഓപ്ഷൻ കലണ്ടർ ഇയർ, ഫോർത്ത് ഓപ്ഷൻ അസസ്മെൻറ്റ് ഇയർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ പീരീഡ് ഓഫ് 12 months പീരീഡ് കമൻസിങ് ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ എവറി ഇയർ. എല്ലാ വർഷവും ഏപ്രിൽ 1 മുതൽ 12 months പീരീഡ് കമൻസ് ചെയ്യുന്ന അതിന് പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 24ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ആൻസർ എ ആണ് ആൻസർ. ഫിനാൻഷ്യൽ ഇയർ ആണ്. ദ പീരീഡ് ഓഫ് 12 months കമൻസിങ് ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ എവറി ഇയർ ഇസ് നോൺ ആസ് ഫിനാൻഷ്യൽ ഇയർ. 24ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
ഹ്യൂമൻ റിസോഴ്സസ് cannot be recorded in the books of accounts. It is based on the dash concept. CCB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 2011/19 ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എൻറ്റിറ്റി, സെക്കൻഡ് ഓപ്ഷൻ മണി മെഷർമെൻറ്റ്, തേർഡ് ഓപ്ഷൻ ഗോയിങ് കൺസേൺ, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഹ്യൂമൻ റിസോഴ്സസ് കനോട്ട് ബി റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഹ്യൂമൻ റിസോഴ്സസ് രേഖപ്പെടുത്താത്തത് ഏത് അക്കൗണ്ടിങ് കൺസെപ്റ്റിൻ്റെ ബേസിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 25ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്. ആൻസർ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പ്രകാരമാണ് ഹ്യൂമൻ റിസോഴ്സസ് കനോട്ട് ബി റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാലുവേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഇൻവെൻട്രി ഈസ് ഗിവൺ ഇൻ ഡാഷ്. CCB ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 1973/18, അതുപോലെ 991/15 ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ AS5, AS എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 5, സെക്കൻഡ് AS4, തേർഡ് AS1, ഫോർത്ത് ഓപ്ഷൻ AS2. ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് വാലുവേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഇൻവെൻട്രീനെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ ഗിവൺ നൽകുന്നത്? യെസ്, 26ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ഗിവൺ വാലുവേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഇൻവെൻട്രീസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ ബോംബെ, സെക്കൻഡ് ഓപ്ഷൻ കൽക്കട്ട, തേർഡ് ഓപ്ഷൻ ഡൽഹി, ഫോർത്ത് ഓപ്ഷൻ ചെന്നൈ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ്? 27ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ ഡൽഹി ആണ്. യെസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ എന്നാണ് ഫോം ചെയ്തിട്ടുള്ളത്? 1 ജൂലൈ 1949 ഫോം ചെയ്തിട്ടുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഫോംഡ് ഇൻ. ഫസ്റ്റ് ഓപ്ഷൻ 1948, സെക്കൻഡ് ഓപ്ഷൻ 1949, തേർഡ് ഓപ്ഷൻ 1958, ഫോർത്ത് ഓപ്ഷൻ 1959. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ എന്നാണ് ഫോം ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 28ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ 1959 ഫോം ചെയ്തിട്ടുള്ളത്. 28 മെയ് 1959 ഏതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഫോം ചെയ്തിട്ടുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? കൽക്കട്ടയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഫോംഡ് ഇൻ. ഫസ്റ്റ് ഓപ്ഷൻ 1947, സെക്കൻഡ് ഓപ്ഷൻ 1946, തേർഡ് ഓപ്ഷൻ 1948, ഫോർത്ത് ഓപ്ഷൻ 1949. ജസ്റ്റ് തൊട്ട് മുമ്പിൽ നമ്മൾ പറഞ്ഞു പോയതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ എന്നാണ് ഫോം ചെയ്തിട്ടുള്ളത്. 29ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. 1949 1 ജൂലൈ 1949 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഫോം ചെയ്തിട്ടുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ നോംസ് ആൻഡ് ഗൈഡ്ലൈൻസ് framed by professional bodies consisting of chartered accounts are called dash. First option accounting standard, second option GAAP, third option accounting principles, fourth option none of this. എന്താണ്? പ്രൊഫഷണൽ ബോഡീസ് കൺസിസ്റ്റിംഗ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഫ്രെയിം ചെയ്തിട്ടുള്ള നോംസ് ആൻഡ് ഗൈഡ് ലൈൻസിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 30ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ആൻസർ എ ആണ്. ആൻസർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. ദ നോംസ് ആൻഡ് ഗൈഡ് ലൈൻസ്. യെസ്, ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഗൈഡ് ലൈൻസ് ആണ്. ദ നോംസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫ്രെയിംഡ് ബൈ പ്രൊഫഷണൽ ബോഡീസ് കൺസിസ്റ്റിംഗ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ആർ കോൾഡ്. ആൻസർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കൗണ്ടിങ് എൻറ്റിറ്റി ഈസ് ആൻ ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ അക്കൗണ്ടിങ് കൺസെപ്റ്റ്, സെക്കൻഡ് ഓപ്ഷൻ അക്കൗണ്ടിങ് കൺവെൻഷൻസ്, തേർഡ് ഓപ്ഷൻ മോഡിഫൈങ് പ്രിൻസിപ്പിൾസ്, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഈ താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. യെസ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻസ്. അക്കൗണ്ടിങ് കൺസെപ്റ്റ് ദാറ്റ് ഈസ് ദി ബേസിക് റൂൾസ് ആപ്ലിക്കബിൾ അറ്റ് ദി ടൈം ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സും അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആർ ആപ്ലിക്കബിൾ അറ്റ് ദി ടൈം ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സും ആയിരുന്നു. അപ്പോൾ ആ അക്കൗണ്ടിങ്
കൺസെപ്റ്റിൽ വരുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് ഏത് അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 31ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഏതാണ്? 31ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ് ആൻസർ. അക്കൗണ്ടിങ് എൻറ്റിറ്റി ഈസ് ആൻ അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.